കുഞ്ഞപ്പം മൊത്തലമ്പായി ഗൈസ്. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാൻ എന്ത് ചെയ്യാനാ ഗൈസ്? അടിപൊളി വൈബാണ്. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞപ്പാ, ട്രിപ്പ് പോകാൻ പോലെ നീ റെഡിയാണോ? അപ്പൊ ഗൈസ് എങ്ങോട്ടാ പോണെന്ന് കുഞ്ഞപ്പൻ അറിയില്ല കേട്ടോ. എങ്ങോട്ടാ പോണെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ബൈക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബൈക്കിൽ ഒരു ലോങ് ട്രിപ്പ് പോകണമെന്നുള്ളത്. ഇല്ല, നല്ല സ്പീഡിലൊന്നും പോകത്തില്ല. നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടു പോകണ്ടേ കുഞ്ഞ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ചേട്ടന്റെ ഫ്രണ്ട്സും ഉണ്ടാകും കേട്ടോ. നട്ടപ്പുരി വെളുപ്പാങ്കാലോ, നല്ല വെളുപ്പാങ്കാലാണ് കേട്ടോ. ഇരുട്ടാണ്. മുറ്റത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നേരം വെളുത്തിട്ടില്ല കേട്ടാ. 6 മണി ആയിട്ടില്ല. ഇച്ചിരി വെളുത്തിട്ടുണ്ട്. ചെറിയൊരു വെട്ട ഇങ്ങനെ വന്നതേ ഉള്ളു കേട്ടോ. നല്ല ഇരുട്ടാണ്. കുഞ്ഞപ്പനാണെങ്കിൽ ഇവൻ ആദ്യമായിട്ടാണെന്ന് തോന്നല് ഈ 5 മണി കാണുന്നത്. ഞങ്ങൾ 5 മണിക്ക് എണീറ്റതാണ് ഗൈസ്. 5 മണിക്ക് എണീറ്റപ്പോൾ കൂരാക്കൂരിട്ട്. സാധാരണ ഈ 5 മണിയൊന്നും ഞങ്ങൾ കാണാറ് പോലും ഇല്ല കേട്ടോ. അപ്പൊ ഇപ്പൊ ഏകദേശം കറക്റ്റ് 6 മണി, ക്ലോക്കിൽ കറക്റ്റ് 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. എല്ലാം പൂട്ടി ഗ്യാസൊക്കെ ഓഫാക്കിയില്ലേ. എൻ്റെ ഏറ്റവും വലിയ പേടി ഗ്യാസ് ഓഫാക്കിയില്ല എന്നാണ്. കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇടയ്ക്കെങ്കിലും ഇതുപോലെ നമ്മളൊരു ട്രിപ്പ് പോകണം. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു ആരോഗ്യം തരും കേട്ടോ. ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ തരും കേട്ടോ. അപ്പോൾ ഈ വെളിച്ചം വീണ് വരുന്നേ ഉള്ളൂ. നമ്മൾ പോണ വഴിയൊക്കെ വെളിച്ചം കൂടി വരികയാണേ. അപ്പോൾ നേരെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെയും കാത്ത് ഞങ്ങൾ റോട്ടിൽ പോയി നിന്നു. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിലായിട്ടൊന്നും അടിച്ച് കൊള്ളാതിരിക്കാൻ വേണ്ടി ബൈക്കിൽ പോകുമ്പോൾ എപ്പോഴുള്ളതാണ് ചേട്ടൻ്റെ കണ്ണിൽ വല്ല പ്രാണികളോ എന്തെങ്കിലും കരടോ എന്തെങ്കിലും വരും, കണ്ണ് ചുമക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് എടുത്തോ വെച്ചോന്നേ. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നു. വിഷ്ണു ചേട്ടനും ജോജി ചേട്ടനുമാണ് ചേട്ടൻ്റെ പണ്ടോട്ടുള്ള കൂട്ടുകാരാണ്. അങ്ങനെ അവരും വന്നു. എൻ്റെ പൊന്നെ, നേരെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോളൊക്കെ അടിച്ച് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര മനസ്സിനും നമ്മുടെ കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ട്രിപ്പിന് പോകുമ്പോൾ. നമ്മുടെ ആലപ്പുഴ ജില്ല കഴിഞ്ഞ് ഈ കോട്ടയം ജില്ലയിലേക്ക് കയറി കഴിയുമ്പോൾ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. എനിക്കും കുഞ്ഞപ്പനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവിടുത്തെ വീടുകൾ കേട്ടോ. ഇന്നോ വീടുകൾ, അതും ഒരു വീട് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞൊന്നും അല്ല അടുത്ത വീട്. അടുപ്പിച്ച് എല്ലാം കിഡിലോസ്കി വീടുകളാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വീട് കാണുമ്പോൾ എനിക്കും കുഞ്ഞപ്പനും ഭയങ്കര കൊതിയാണ്. ഞങ്ങളിങ്ങനെ വീട് പിടുത്തമാണ് ഏറ്റവും മെയിൻ പരിപാടി. അങ്ങനെ നമ്മളൊരു 4 മാസം കണ്ടേ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. വാഗമണി നമ്മൾ പോയതാണ് ഈ കഴിഞ്ഞിടെ. പക്ഷേ ഇപ്പം പിന്നെയും പോണേന്നാ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരും ഒരേ ബൈക്ക് വാങ്ങിച്ചു. 3 പേരും സെയിം ബൈക്ക്, മറ്റേ ഹോണ്ട RS 350 അങ്ങനെയല്ല അതിൻ്റെ പേര്, അതെ RS. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ട്രിപ്പ് പോകാൻ ഭയങ്കര ഉത്സാഹം ബൈക്ക് വാങ്ങിച്ചത് കൊണ്ടേ. അതാണ് ഞങ്ങളിപ്പോൾ ഈ പിന്നെയും വാഗമണിലോട്ട് തന്നെ പോകുന്നത്. എൻ്റെ ദൈവം, എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ പടർന്നിരിക്കണേ. എനിക്കറിയത്തില്ല ഈ ലിപ്സ്റ്റിക് എന്താ ഇങ്ങനെ പടർന്നു പോയെന്ന് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്ര വരെ ഒരു കടയിൽ പോലും കയറിയിട്ടില്ല, ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇതാണ് കോട്ടയത്തുള്ള ഭരണങ്ങാനം പള്ളി കേട്ടോ. നമ്മുടെ വിശുദ്ധയായ അൽഫോൻസാമയുടെ കബറിടം അല്ലെങ്കിൽ കല്ലറ ഇവിടെയാണ് കേട്ടോ. സെമിത്തേരികൾ നോക്കിക്കേ. അപ്പം ഞങ്ങളുടെ കൂടെ ജോജി ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. ജോജി ചേട്ടനാണ് പറഞ്ഞത് നമുക്ക് പള്ളിയിൽ കയറിയിട്ടൊക്കെ പോകാന്നേ. ഇതിന് മുമ്പ് ഞങ്ങൾ വാഗമണ്ണി പോകാൻ നേരത്ത് ഇവിടെ കൂടി തന്നെ പോയത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നും ഇതിന്റെ പ്രത്യേകതയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് ലവ് ബേർഡ്സും നല്ല രസമാണ് കേട്ടോ. മൊത്തത്തിൽ അവിടുത്തെ ആംബിയൻസ് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങൾ അകത്ത് കയറി ഞാനും കുഞ്ഞപ്പനും കൂടി അൽഫോൻസാമയുടെ കല്ലറയൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ അവിടെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ അവരുടേതായ ഒരു ക്യാൻറ്റീൻ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ എന്തൊരു തിരക്കാണെന്നാ, എല്ലാവരും അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ 5 ചായയും പറഞ്ഞ് ഇടിയപ്പവും കറിയും ചേട്ടൻ ഇഡ്ഡലിയും അപ്പോൾ എല്ലാവരും ഓരോന്നാണ് പറഞ്ഞത്. കുഞ്ഞപ്പം പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഇതിൻ്റെ പൊന്നെ ബീഫ് കറി വൻ ശോകമായിരുന്നു. ഞാൻ പറയും ബീഫ് കറി കടലക്കറി പോലെ ഇരുന്നേച്ചത് കേട്ടോ. എത്രയും നല്ല വിലയുമായിരുന്നു ബീഫ് കറിക്ക്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് പോകാൻ നേരത്തെ എൻ്റെ പൊന്നോദേ അടുത്ത വീട്, എൻ്റെ പൊന്നെ എന്താ ഭംഗീശോ. എനിക്ക് ഒന്നുകൂടി ട്രിപ്പ് പോകാൻ തോന്നുന്നു ഗേസ് വീട് കാണാൻ. പിന്നെ പോകുന്ന വഴി കുറേ പൈനാപ്പിൾ തോട്ടമുണ്ട്. ഈ റബ്ബറിന്റെ തൈ കണ്ട. ഈ കോട്ടയത്തൊക്കെ മൊത്തം റബ്ബർ കൃഷിയൊക്കെയാണ്. എന്തോ കാര്യത്തിന് അവിടെ സൈഡ് ഒതുക്കിയപ്പോഴാണ് കേട്ടോ കുറേ കുഞ്ഞു കണ്ട ഒരു പറമ്പ് മൊത്തം റബ്ബറിന്റെ തൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പറമ്പിൽ നട്ട് റബ്ബറും തോട്ടം ഉണ്ടാക്കി അത് വിറ്റ് അതിൻ്റെ റബ്ബർ പാലൊക്കെ വിറ്റ് കാശ് മേടിക്കാം അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞതേ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ മല കാണാൻ തുടങ്ങി. ദൂരെയായിട്ട് മല കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മൂഡ് മാറും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് മല കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാർമല വെള്ളച്ചാട്ടമല്ല, മറ്റേ ഇത് ഇല്ലിക്കക്കല്ലിൻ്റെ തന്നെ ബാക്ക് സൈഡിൽ വ്യൂ കാണാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ 4 മാസം മുമ്പ് പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് പോയി കണ്ടത്. അതിൻ്റെ വ്ലോഗ് കാണാത്തവർ കണ്ടു നോക്കിക്കോ. അതിൻ്റെ പൊന്നെ വിഷമിച്ച് പോയി അതിൻ്റെ മുകളിൽ കയറിയ ഇത് കണ്ടിറങ്ങിയപ്പോഴേക്കും. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ കുത്തനെ മുകളിലോട്ട് കയറാൻ പറ്റണം, അങ്ങോട്ടൊന്നും ഞാൻ വരത്തില്ല. എനിക്ക് ഈ മുകളിൽ കയറാനും കഷ്ടപ്പെടാനും ഒന്നും വയ്യൊന്നും പറഞ്ഞാണ്
കേട്ടോ ഞാൻ പോയത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ലല്ലോ, അത് പോയി കാണാമെന്ന് പറഞ്ഞു. അയ്യോ പോകുന്ന വഴി നിങ്ങൾ നോക്കിക്കേ ഈ മലനിരകളൊക്കെ എന്താ ഭംഗി കാണാൻ. ഭയങ്കര ഈ കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കോടമഞ്ഞുണ്ട്, പക്ഷെ വലിയ തണുപ്പില്ല. നല്ല കിടുകിടാ വിറക്കണ തണുപ്പ് വേണം, എന്നാലുള്ള ഈ ട്രിപ്പ് പോകുമ്പോൾ ഒരു വൈബുള്ളൂ, അത് ഇടുക്കിയിൽ പോകുമ്പോൾ. പിന്നെ ഈ മഴയില്ല വെള്ളമില്ല തണുപ്പില്ലാത്ത ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആരെങ്കിലും അങ്ങോട്ട് പോകുമല്ലേ? കാരണം ഇനി ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊന്നും അങ്ങോട്ട് പോവല്ലേ, ഒടുക്കത്തെ ചൂടായിരിക്കും. എൻ്റെ പൊന്നോ, അത് കഴിഞ്ഞ് ഞങ്ങളിത് അങ്ങനെ നേരെ പോയി നമ്മുടെ ഇല്ലിക്കക്കല്ലിലേക്ക് ആ ബാക്ക് സൈഡ് കാണാൻ കുറേ അങ്ങോട്ട് പോകണം കേട്ടോ. പോയി എത്തിയപ്പോൾ കുറേ ബൈക്ക് ഇരിക്കുന്നു. പിന്നെ അവിടെ ചെറിയ കടകൾ, അത്ര നേരം കടയുമില്ല ബൈക്കും ഇല്ല ഒന്നുമില്ല. അവിടെ അറ്റത്തെത്തിയപ്പോഴത്തേക്കും ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. ബൈക്ക് അവിടെ വെച്ചു. എൻ്റെ പൊന്നെ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ പേടി വരും കേട്ടോ, ഇതിനെ കൊക്ക പോലെ കിടക്കുകയാണ്. ഈ ഇല്ലിക്കക്കല്ലിന് ഭയങ്കര ഹൈപ്പാണെന്നേ, അതുകൊണ്ടാണ് എല്ലാവരും അത് കാണാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ ഈ മലകൾ കണ്ടില്ലേ, ഇപ്പം മലയുടെ ഒരു രൂപം നിങ്ങൾ കണ്ടില്ലേ? ഇല്ലിക്കക്കല്ലെന്ന് പറഞ്ഞാൽ ഈ മലേനെ ഇങ്ങനെ മുറിച്ച് വെച്ച പോലത്തെ ഒരു രൂപമാണ്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കാണാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ്. ഒരു മല പോലെ തന്നെ, പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. എന്നാലും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് മൊത്തത്തിൽ. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ഈ താഴത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മലനിരകളല്ലേ മൊത്തം. വേണമെങ്കിൽ നമുക്ക് ആ ഇല്ലിക്കക്കല്ലിൻ്റെ ഞങ്ങൾ കുറച്ച് മുകളിൽ കയറി കേട്ടോ. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഇതൊരു നടക്ക് പോകത്തില്ലെന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കുറച്ച് ദൂരെ മുകളിലോട്ട് കയറിയപ്പം കുത്തനെ മുകളിലോട്ട് കിടക്കുവാണ്, കുറേ കയറാനുണ്ട്. എൻ്റെ പൊന്നച്ചേ എന്നെ കൊണ്ട് വയ്യേ, നമുക്ക് മുകളിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു കേട്ടോ. എന്നിട്ട് കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ അമ്മ എനിക്ക് ടോയ് മേടിച്ചാ ബബിൾ മേടിച്ചാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒട്ടും സമയം കളയണ്ട, കുറച്ച് സമയം കൊണ്ട് മാക്സിമം സ്ഥലം കവർ ചെയ്യണം. എന്തായാലും ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് കണ്ടല്ലോ, സമാധാനമായല്ലോ. അപ്പം ഇനി ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്ക് സൈഡ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. എന്താ ഇതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ്, കണ്ടില്ലേ ഇത്രയുള്ള സംഭവം. അപ്പം വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടുള്ള എനർജി മുഴുവൻ കളഞ്ഞ് അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്ര ചെയ്യേണ്ടതല്ലേ. ഇത് നോക്കി അതിൻ്റെ ഇടയ്ക്ക് ലൈൻ കമ്പിയൊക്കെ പൊട്ടി മൊത്തം റോട്ടിൽ കിടക്കായിരുന്നേ. ഇനി അത് ശരിയാക്കാൻ വന്ന ആൾക്കാർ പൊട്ടിച്ചിട്ടതാണോ എന്നറിയില്ല. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പൊക്കോ അതിൻ്റെ മുകളിൽ കൂടി തന്നെ നിങ്ങൾ പൊക്കോ, അത് ഓഫാക്കിയിട്ടേക്കുവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി തന്നെ പോകുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ മാർമല വെള്ളച്ചാട്ടമായിരുന്നു. അങ്ങോട്ട് കുളിക്കാൻ വേണ്ടിയാണ് കുഞ്ഞപ്പനി പോണത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ലോഗ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനും ചേട്ടനും വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു മാറാൻ. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞപ്പം മാത്രം അരുവിയിൽ കളിച്ചത്, അവൻ നല്ലോണം എൻജോയ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കും കൂടി കുളിക്കാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഡ്രസ്സ് വരെ എടുത്തുകൊണ്ട് പോയത്. പക്ഷേ 8ന്റെ പണി കിട്ടി. പോകുന്ന വഴി ഒരു കാറാണെങ്കിൽ നോക്കിക്കേ, റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ പെട്ടുപോയി. പിന്നെ എല്ലാവരും കൂടി ഉന്തിത്തള്ളിയാണ് അത് ഇതാക്കിയത്. അവിടെ വീതി കുറഞ്ഞ റോഡാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. എന്താണ് കാര്യം, ഞാൻ എന്ത് ചെയ്യാൻ, അവിടെ വെള്ളമില്ല, എല്ലായിടത്തും വെള്ളം വറ്റി കിടക്കണേ. നീ കല്ലെടുത്തെറിഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ എന്തെടുക്കാനാ? എടാ അമ്മയാണ് ആ മഴ പെയ്ക്കണ ആള്. അവിടെ വറ്റിപ്പോയി. വാ നമുക്ക് വേറെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടാ നോക്കാം. വാ കരണ്ട, വാ അമ്മ കൊണ്ടുപോകാം. എടാ ഇങ്ങോട്ട് നോക്കിക്കേ, വേറെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടാ നോക്കാം. വാ വെള്ളച്ചാട്ടം നമുക്ക് നോക്കാം. വാ നീ വാ. കുഞ്ഞപ്പം മൊത്തം അലമ്പായി ഗൈസ്. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല, വെള്ളച്ചാട്ടവും ഇല്ല, കുളിക്കാൻ അരുവിയില്ല, ഒന്നുമില്ല. സംഭവം എന്താ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കൊച്ചു കഴിഞ്ഞ പ്രാവശ്യം അവിടെ അരുവി കുളിച്ച ഓർമ്മയിലാണ് ഇത്രയും നേരം അവൻ ബൈക്കിലിരുന്ന് ക്ഷമയോടുകൂടി വന്നത്. ഒരു അലമ്പ, ഒരു ബഹളം, ഒരു പ്രശ്നം ഇല്ലാണ്ട് എത്ര ദൂരം വേണമെങ്കിലും നമ്മുടെ കൂടെ വന്നോളൂ. പക്ഷെ അവിടെ എത്തി അരുവിയില്ല വെള്ളച്ചാട്ടവും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴുള്ള ആ ഒരു സങ്കടം, ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവന്. സത്യം പറഞ്ഞാൽ എന്താണെന്നറിയാമോ, സത്യത്തിൽ ഞങ്ങൾ അത്രയും കടന്ന് ചിന്തിച്ചില്ല കേട്ടാ. കാരണം ഇത്രയും നാളായിട്ട് മഴയൊന്നുമില്ല, വെയിലാണ്, എൻ്റെ മനസ്സിൽ എപ്പോഴും വെള്ളച്ചാട്ടം കുറച്ചെങ്കിലും ഉണ്ടാകും, അരുവിയൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാകും എന്നാണ് ഞാൻ ഇത്രയും നാൾ മനസ്സിൽ വിചാരിച്ചത്. ഇങ്ങനെ മൊത്തത്തിൽ വറ്റിപ്പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പൊന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നത് ഉച്ചയായി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി കുഞ്ഞപ്പോൾ മാംഗോ ഫ്രൂട്ട് വാങ്ങിച്ച് കുടിക്കണം. അവൻ്റെ ഫേസ് നോക്കിക്ക് അയ്യടാ. പിന്നെ ഞങ്ങൾ ബീഫ് ബിരിയാണിയൊക്കെ വാങ്ങിച്ച്, എല്ലാവർക്കും ബീഫ് ബിരിയാണി വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞപ്പോൾ പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി കേട്ടോ. പറഞ്ഞ് കൊച്ചിന് മനസ്സിലാകും. ആദ്യത്തെ ഒരു സങ്കടം കാരണം അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു പോയതാണ് ആള്. അങ്ങനെ ഒരു കോലുമിഠായൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൻ സെറ്റായി. പിന്നെ ഞങ്ങൾ മറ്റേ തങ്ങൾപ്പാറ, ആ പാറ, ഈ പാറ, പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ ചുറ്റി നടന്നതിനാണ്. കുരിശ് എവിടെയെങ്ങാണ്ടൊക്കെ ഞങ്ങൾ പോയി കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് നടന്നിട്ട് എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോണൊക്കെ എടുത്ത് ബാഗിലിട്ട് കുറേ നേരം ഞങ്ങൾ കറങ്ങി നടന്നു. പിന്നെ ഇത് ഇവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്, ഇതിൻ്റെ ഭംഗി കണ്ടപ്പോഴേ.
എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നിടത്താണ് വൻ കോമഡി. എനിക്കും ചേട്ടനും വഴി തെറ്റിപ്പോയി. ഞങ്ങൾ 3 പേരും ബൈക്കിൽ പോകുമ്പോൾ ഞങ്ങളാണ് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത്. ഞങ്ങൾ അറിയാണ്ട് വേറൊരു റോഡ് കയറി പോയിന്നേ. കുറേ നേരം കഴിഞ്ഞ് ഇവരെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇവരെ രണ്ടുപേരെയും കാണുന്നില്ല, ചേട്ടൻ്റെ കൂട്ടുകാരന്മാരാ. പിന്നെ എൻ്റെ തന്നെ വൻ കോമഡി ആയിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച്, തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ അടിപൊളിയാണല്ലോ. അത് കഴിഞ്ഞ് ഈ വഴി തെറ്റണതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന നേരത്ത് വഴി തെറ്റണതിന് മുമ്പ് ഞങ്ങൾ ചായക്കടയിൽ കയറി ചായ കുടിച്ചു. എനിക്ക് ഭയങ്കര തലവേദന. പക്ഷെ വാട്ടച്ചായ എന്ന് പറഞ്ഞാൽ വായി വെക്കാൻ കൊള്ളാത്ത ചായ. പിന്നെ പൈസയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ പോയി നല്ല ചായ വാങ്ങിച്ച് കുടിച്ചപ്പോഴാണ് സമാധാനമായത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് വഴി തെറ്റിയത്. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞാനും കുഞ്ഞപ്പനും ബൈക്കിന്റെ പുറകെ ഇരുന്ന് ചേട്ടന് വഴി പറഞ്ഞു കൊടുത്തിട്ടാണ് ചേട്ടൻ പോയി അവസാനം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ കൂട്ടുകാരെ വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയത്. അപ്പൊ ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.